നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തെരഞ്ഞെടുപ്പ് വിജയം പരാജയമൊക്കെ കണക്കുകൂട്ടുന്ന തിരക്കിലാണ് മുന്നണികൾ. ഇന്നലെ CPI ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയുമൊക്കെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്നാഞ്ഞിരിക്കുമ്പോൾ CPM സമ്മതിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇടതുമുന്നണി നേതൃയോഗം ചേരുകയാണ്. അവിടെ സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. ഈ വിഷയങ്ങളൊക്കെ CPIയുടെ ആരോപണങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഉള്ളത്. ലയണൽ മെസ്സി ഇന്ത്യയിലെ 3 ദിവസ സന്ദർശനത്തിന് ശേഷം ഇന്നലെ രാത്രി മടങ്ങി. മുംബൈയിലും ഡൽഹിയിലുമൊക്കെ ഉജ്ജ്വല പരിപാടികളായിരുന്നു. കൊൽക്കത്തയിലെ പരിപാടികളിൽ ചില പാളിച്ചകൾ ഉണ്ടായെങ്കിൽ പോലും ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകളിലേക്ക് വളരെ വേഗം ഒന്ന് പോകാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം ഇന്ന്. യോഗം ചേരുന്നത് പരാജയം സംബന്ധിച്ച CPIയുടെയും CPMന്റെയും ഭിന്നാഭിപ്രായങ്ങൾക്കിടെ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായെന്ന CPI വിലയിരുത്തലിൽ പരിശോധനയുണ്ടാകും. കുടിവെള്ള പൈപ്പ് പൊട്ടിയ കൊച്ചിയിൽ പ്രതിസന്ധി തുടരുന്നു. തമ്മനം, കലൂർ, പാലാരിവട്ടം മേഖലയിൽ വെള്ളം മുടങ്ങി. പൈപ്പ് പൊട്ടിയത് മെട്രോ പൈലിങ്ങിനിടെ. പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ന് യോഗം. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞു. 4 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന ബിബിജാം റാംജി ബിൽ ലോക്സഭയുടെ അജണ്ടയിൽ. നീക്കത്തിനെതിരെ പ്രതിപക്ഷം. പുതിയ വ്യവസ്ഥയിൽ 40% വിഹിതം സംസ്ഥാനങ്ങളുടെ ബാധ്യത. IPL മിനി താരലേലം ഇന്ന് ദുബായിൽ. 10 ടീമുകളിലായി 77 പേർക്ക് അവസരം. 350 താരങ്ങൾ അന്തിമ ലേല പട്ടികയിൽ. പ്രതീക്ഷയോടെ 11 മലയാളി താരങ്ങൾ. പത്തനംതിട്ട വടശ്ശേരിക്കരയിലേക്ക് ഒന്ന് പോകണം. അവിടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം ബസ് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 4 പേരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. പരിക്കേറ്റവരുടെ നില അല്പം ഗുരുതരമാണ് എന്ന വിവരം കൂടി രാവിലെ പുറത്തു വന്നിരുന്നു. അപകടശേഷം ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് സമീപവാസികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, ഈ വടശ്ശേരിക്കര മേഖല എന്ന് പറയുന്നത് വളവുകളും മറ്റുമുള്ള ഒരു പ്രധാന സ്ഥലമാണ്. അപകട സാധ്യത കൂടുതലുള്ളൊരു പ്രദേശമാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? രഞ്ജിത്തെ, പുലർച്ചയോടുകൂടി അപകടം ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാം, ശബരിമല പാതകൾ ഈ വളവും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ ദീർഘദൂരം തീർത്ഥാടകർ പലപ്പോഴും ഈ വിശ്രമമില്ലാതെ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നുണ്ട് തന്നെ അത്തരത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നുള്ള രീതിയിലാണ് അറിയുന്നത്. പക്ഷെ അപകടത്തിന് ശേഷം ഡ്രൈവർ ഓടിപ്പോയി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിൽ ഒരു അപകടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് റോഡിൽ തന്നെയാണ് ഈ ബസ് മറിഞ്ഞിട്ടുള്ളത്. 4 തീർത്ഥാടകർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ആന്ധ്ര സ്വദേശികളാണ്. അതിൽ ഒരാളുടെ കാലിൽ മാത്രമാണ് ഗുരുതരമായി പരിക്കുള്ളത്. ബാക്കി ഈ 4 പേരെയും പരിക്കേറ്റതിനെ റാന്നി താലൂക്ക് ആശുപത്രിക്ക് മാറ്റി എന്നുള്ള പേരുമാണ് നമുക്ക് ഫയർഫോഴ്സിൽ നിന്നും പോലീസിനും അറിയാൻ കഴിയുന്നത്. എന്തായാലും ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രധാന കാരണം വിശ്രമമില്ലാതെ വാഹനം ഓടിക്കുകയും അതുപോലെ തന്നെ ദീർഘദൂര തീർത്ഥാടകർ ഈ പല സ്ഥലങ്ങളിലും വിശ്രമിച്ച് ഡ്രൈവർ അടക്കം ഉറക്കം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാഹനം ഓടിക്കുക എന്നുള്ള നിർദ്ദേശമൊക്കെ പോലീസൊക്കെ പറയുന്നതെങ്കിലും ഈ ദീർഘദൂര വലിയ സ്ഥലത്ത് നിന്ന് ഡ്രൈവർമാർ ഇത് ഒന്നും കാര്യമാക്കാതെ വാഹനം രാത്രിയും പകലും തുടർച്ചയായി ഉറങ്ങാതെ ഓടിക്കുന്നതിന്റെ ഫലമായി പലപ്പോഴും ഡ്രൈവിംഗ് സമയത്ത് ഉറങ്ങിപ്പോകുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രധാനമായുള്ള പല അപകടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വടശ്ശേരിയിലും അത്തരത്തിലാണെന്നാണ് അറിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളുണ്ടായ റോഡിൽ തന്നെയാണ് വാഹനം നേരെ മറിഞ്ഞ് റോഡിൽ തന്നെ തെന്നി നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡിന് വെളിയിലേക്ക് വാഹനം പോയിട്ടില്ല. എന്തായാലും അത്തരത്തിലൊരു അപകടമാണ് ഉണ്ടായത്. സാരമായ പരിക്കുകൾ മാത്രമേ 4 പേർക്ക് ഉള്ളെന്നുള്ളതാണ്. ഒരു തീർത്ഥാടകന്റെ കാലിന് മാത്രമാണ് അല്പം ഗുരുതരമായ ഒരു പരിക്കുള്ളത് എന്നുള്ളതാണ് വിവരമാണ് നമുക്കറിയാം. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് ഈ തീർത്ഥാടകരെ വാഹനത്തിൽ പുറത്ത് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. രഞ്ജിത്തെ, ഈ നേരത്തെ ശശിനാരായണൻ പറഞ്ഞ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ, അതായത് ദീർഘനേരത്തെ ഡ്രൈവിംഗ്, ഉറക്കം ചൂടൊക്കെ കുറയ്ക്കാനായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകളും
അവർക്ക് എന്താണ് വെള്ളം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരം നിരീക്ഷണങ്ങൾ ഇപ്പോൾ കുറച്ച് കുറവാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നൊരു പശ്ചാത്തലത്തിൽ? രഞ്ജിത്ത്, തീർച്ചയായും അത്തരം കാര്യങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഇതിന് സേഫ് സോണിന്റെ വലിയ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്ന ഇക്കാര്യത്തിൽ. പക്ഷേ സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടൊക്കെ അത് പിന്നീട് അത് ഭാഗികമായ ലെവലിലേക്ക് ഈ തീർത്ഥാടനകാലം ആരംഭിച്ചൊരു പകുതി സമയം വരെ ഒരു മന്ദഗതിയിൽ തന്നെയായിരുന്നു. വിലവെങ്കിലാണ് ഈ സേഫ് സോണിന്റെ ഒരു ഓഫീസും വാഹനങ്ങളും ആംബുലൻസും വർക്ക്ഷോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഫണ്ട് ലഭിക്കുന്ന ആദ്യഘട്ട തീർത്ഥാടന കാലഘട്ടം ആരംഭിച്ചു. ആദ്യഘട്ട ഒരു 10-15 ദിവസം വരെ ഇത് നിർജീവമായ ഒരു അവസ്ഥയിലാണ്. മുൻകാലങ്ങളിൽ വളരെ സജീവമായി ഈ റോഡിലെല്ലാം തന്നെ ഈ വാഹന പരിശോധനയും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ തീർത്ഥാടകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഉടൻ തന്നെ അവിടുന്ന് മാറ്റുന്നതും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്ന വാഹനങ്ങൾ ശരിയാക്കി വീണ്ടും യാത്ര പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നതൊക്കെ വലിയ കാര്യക്ഷമമായി ഇടപെട്ടിരുന്ന സംവിധാനമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ആദ്യഘട്ടത്തിൽ അത്തരത്തില്ലായിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ തന്നെ ഇപ്പൊ കാര്യക്ഷമമല്ല എന്ന് പറയാം. എന്നാലും എല്ലാ കാര്യങ്ങളും പമ്പ മുതൽ പടച്ചേരിക്കൽ വരെയുള്ള ഭാഗങ്ങളിലെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യക്ഷമമായി നടക്കുന്നില്ല. കാരണം ഇതിന്റെ ഫണ്ട് കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കുറവുകൊണ്ടാണ് ഈ സേഫ് സോൺ പദ്ധതി എന്നെ തുടക്കത്തിൽ പാടിയത്. പക്ഷെ പിന്നീട് അത് ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവർമാർക്ക് നൽകുന്നുണ്ട്. അത് പലപ്പോഴും പല സ്ഥലത്തും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും ഈ ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന ആന്ധ്ര, കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തുന്ന തീർത്ഥാടകർ ഈ വാഹനങ്ങളിൽ വരികയും ഡ്രൈവർമാർ കൃത്യമായി ഉറങ്ങാതെ ഈ സമയക്രമം പാലിക്കാതെ കൃത്യമായി ഈ വാഹനം ഇങ്ങനെ ഓടിച്ചു പോവുകയൊക്കെ ചെയ്യുന്നതും പെട്ടെന്ന് ഉറക്കം വരികയൊക്കെ ചെയ്യുന്നതാണ് പ്രധാനമായിട്ടുള്ള ഇതുവരെയുള്ള അപകടങ്ങൾക്ക് പ്രധാനമുള്ള കാരണം. അത് പല സ്ഥലങ്ങളിലും വളവും തിരിവും ഒക്കെ ഉള്ള സ്ഥലമാണ്, നമുക്കറിയാം. അത് ശബരിമലയെ സംബന്ധിച്ച് അത്തരം റൂട്ടിൽ ഓടുന്ന ഡ്രൈവർമാർ കൃത്യമായി ഉറങ്ങിയിരിക്കണം. ദീർഘദൂരത്ത് വന്ന ഡ്രൈവർമാർ ഉറങ്ങിയതിനു ശേഷമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ, നിശ്ചിത മണിക്കൂർ ഓടിയതിനു ശേഷമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ അപകടങ്ങൾക്ക് കാരണം. പക്ഷേ എന്തായാലും നമുക്ക് ഈ പല അപകടവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയ രീതിയിലുള്ള അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ സമയകാലത്ത് മനസ്സിലാക്കാം. പക്ഷേ ഈ അപകടങ്ങൾ തുടർച്ചയായിട്ടുള്ളത് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പലപ്പോഴും തീർത്ഥാടകർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നുണ്ടായ അപകടത്തിൽ 4 പേർക്കാണ് പരിക്കുണ്ട്. അത് വലിയ പരിക്ക്, കാര്യമായ പരിക്കില്ല. ഒരാളുടെ കാലിന് മാത്രമാണ് പരിക്കുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. വടശ്ശേരിക്കലാണ് ഈ അപകടം ഉണ്ടായത്. പുലർച്ചയോട് കൂടിയെന്നുള്ള വിവരമാണ് പോലീസും ഫയർഫോഴ്സും നൽകുന്ന വിവരം. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. വടശ്ശേരിക്കരയിൽ വെച്ചാണ് ബസ് മറിയുന്നത്. 4 പേർക്ക് പരിക്കുണ്ട്. ഒരു തീർത്ഥാടകന്റെ കാലിന് ഗുരുതരമായി പരിക്കുണ്ട് എന്ന വിവരം കൂടി ശശി പങ്കുവെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ടിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ മുതൽ തന്നെ മുന്നണികളുടെ ഒരു വിലയിരുത്തൽ ആരംഭിച്ചു കഴിഞ്ഞു. LDF സംവിധാനം ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലിലേക്ക് കടക്കുകയാണ്. CPM-ഉം CPI-യും ഇന്നലെ യോഗങ്ങൾ ചേർന്നിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മുന്നണിയിൽ പരാജയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. CPM പറയുന്നത് ഒരു കാരണവശാലും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരമൊന്നും ഏശിയിട്ടില്ല എന്നാണ്. പക്ഷേ CPI-ക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരു പടി കൂടി കടന്ന് അവർ പറയുന്നത് പിണറായി വിജയൻ്റെ ഏകാധിപത്യം, അത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ അദ്ദേഹം ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെയാണ്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഇന്നിപ്പോൾ LDF യോഗം കൂടി ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ 2 കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യും. സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായെന്ന വിലയിരുത്തൽ, CPI-യുടെ വിലയിരുത്തലടക്കം അവിടെ ചർച്ചയാകും. ഇതെല്ലാം CPM-ന്റെ നിഗമനവും അവിടെ ചർച്ചയാകും. മറ്റ് ഘടകകക്ഷികൾക്കും സ്വാഭാവികമായും അഭിപ്രായം പറയേണ്ടി വരും ഈ വിഷയത്തിൽ. രാവിലെ 10:30-ക്ക് തിരുവനന്തപുരത്താണ് യോഗം ചേരുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്നാണ് CPI ഇന്നലെ വിലയിരുത്തിയത്. ഒപ്പം പിണറായി വിജയനെതിരെയും നേരത്തെ പറഞ്ഞതുപോലെ അതിരൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. ഒറ്റയാൾ പട്ടാളമായി പിണറായി വിജയൻ എന്നാണ് CPI പറഞ്ഞു വെച്ചത്. പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ല ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുമ്പോൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ പോരായ്മയായി CPI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാരിൻ്റെ മുൻഗണനയിൽ ഇപ്പോഴും പാളീച്ചകളുണ്ട് എന്നും CPI കുറ്റപ്പെടുത്തുന്നു. അത് തിരുത്താൻ CPI-യുമായി ചർച്ച നടത്തണമെന്നും നേതൃയോഗത്തിൽ ഇന്നലെ ആവശ്യമുയരുകയുണ്ടായി. ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിൽ കോൺഗ്രസും ലീഗും വിജയിച്ചു. കടുത്ത തോതിലുള്ള വിമർശനം പുറത്തു വരുന്നത് മുന്നണി ബന്ധങ്ങളെ ബാധിക്കുമെന്നും അതിനാൽ വിമർശനം പരിധി വിടേണ്ട എന്നുമാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതായത് പരസ്യമായ ഒരു പ്രതികരണം വേണ്ട എന്ന് തന്നെയാണ് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ ഒരു ഇലക്ഷൻ ഗാനമാണ്
പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിൻ്റെ ഈണത്തിൽ അതിൻ്റെ പാരഡിയായി ഇറക്കിയ പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന വരികൾ UDF എംപിമാർ പോലും പാർലമെന്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ പാടിയിരുന്നു. UDF എംപിമാർ മാത്രമല്ല, ഒരുപക്ഷെ സംസ്ഥാനത്തെ എല്ലാവരും ഈ ഗാനം ഇപ്പോൾ മൂളി നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ A. റഹീം MP ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ ഗാനം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല എന്നുള്ളതാണ്. വൈറലായ ഈ ഗാനത്തിൻ്റെ പിറകിലുള്ളവർ ന്യൂസ് 8-നൊപ്പം ചേരുകയാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദിനൊപ്പം. സ്വർണം കെട്ടവരാരപ്പ എന്ന പാട്ട് പാർലമെന്റിൽ വരെ ഇപ്പോ തരംഗമായിട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖ്യ പ്രചരണ ഗാനമായിരുന്നു അത്. അതിനുശേഷം മലപ്പുറത്ത് പ്രത്യേകിച്ച് UDF തൂത്തുവാരിയതോടെ എല്ലാ ആഘോഷങ്ങളിലും ഈ പാട്ടാണ് അലയടിക്കുന്നത്. ആ പാട്ടിന് പിന്നിലുള്ളവരാണ് എന്നോടൊപ്പം ചേരുന്നത്. ഡാനിഷും ഹയ്യും സുബൈർഗയും. ഹയ്യേ, നമ്മള് പ്രതീക്ഷിക്കാത്തൊരു റീച്ചാണല്ലോ പാട്ടിനുണ്ടായത്. എന്താ പറയുക, വലിയ ഓളുണ്ടാക്കി. വലിയ ഓളം തന്നെ അത് ഓളുണ്ടാക്കേണ്ട പാട്ടാണ്. കാരണം സമകാലിക വിഷയങ്ങളെല്ലാം കോർത്തിണക്കൊണ്ട് ഈ അടുത്ത് അങ്ങനത്തെ ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ശബരിമല സീസണാണ്, ശബരിമലയാണ് വിഷയം, ശബരിമലയോട് ചേർന്നൊരു ട്യൂണാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പാട്ടിന്റെ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വലിയൊരു കറക്റ്റ് ടൈം, എല്ലാം കൊണ്ടും കറക്റ്റ് ടൈം ആയിരുന്നില്ലാണ്. അതാണ്. അപ്പോൾ അതിലേക്ക് ആപ്റ്റായിട്ടുള്ള ശബ്ദം ഡാനിയുടേത് കൂടി വന്നപ്പോൾ എന്തായി, അത് കേരളം ഇന്ന് പാൻ ഇന്ത്യ എന്ന് വരെ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നുള്ളതാണ്. അതിൻ്റെ ഈ ഗാനം എന്ന വഴികളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറയും. എങ്ങനെയാണ് ഡാനിഷ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ഞാൻ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ വർക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പാണ് ഈ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് എഴുതിയ ആളെടുത്ത് പറയണം, അദ്ദേഹം GP ചാലപ്പുറ, GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറ, അദ്ദേഹമാണ് വരി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇത് വരി എഴുതി ഹനീഫ മുടിക്കോട് പറയും, സംഗീത സംവിധായകനാണ്, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഇത് എനിക്ക് തന്നു, ഈ പാടി നോക്ക്, അങ്ങനത്തെ ഒരു വിഷയമാണ്, എനിക്ക് പറ്റിയ ട്യൂണാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാടി വെച്ചു. പിന്നെ ഇത് പുറത്തിറക്കുന്നത് സുബൈർക്കാണ്. സുബൈർക്ക് അത് ഏറ്റെടുത്ത് പുറത്തിറക്കി. അത് റീലായിട്ട് ഇറക്കി. പക്ഷെ ആ റീലിൽ ഞാനല്ല ഉള്ളത്, അത് വിഷ്വലിൽ നിൽക്കുന്നത് നമ്മുടെ സുബൈർക്കാട് തന്നെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള നസീർ എന്ന് പറയും, അദ്ദേഹമാണ്. അങ്ങനെ അന്ന് ആ പാട്ട് കുറച്ച് വൈറലായി. അതിനുശേഷം പിന്നെ ഹയ്യക്കാട് ഒരു പ്രോഗ്രാമിന് എന്നെ കൊണ്ട് പെട്ടെന്നൊരു പാടിക്കായിരുന്നു ഈ പാട്ട്. താനൂര് ഒരു പ്രോഗ്രാം പെട്ടെന്ന് പാടിച്ച് ആ റീല്, ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വൈറലായി. 3 മില്യൺ ആൾക്കാരെ അതിനുശേഷം പിന്നെ ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു എല്ലാ സ്ഥലത്തും ആ പാട്ട് കേൾക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ റീലിലേക്ക് ഈ പാട്ട് എത്തുന്നത്? ഈ GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം നാദാപുരത്തെ ഖത്തറിലാണ്. അയാൾ പ്രവാസിയാണ്. അയാൾ ഇതുപോലുള്ള ആനുകാലിക വിഷയങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ട് അനീഫാക്കോ എനിക്കൊക്കെ അയച്ചു തരും. ഇങ്ങനെയാണ് ഈ വരികൾ എത്തുന്നത്. അതിൽ അനീഫ പിന്നെ ഇവനെ കൊണ്ട് പാടിച്ച് ഡാനിഷിനെ കൊണ്ട് പാടിച്ചതിൻ്റെ ശേഷം അത് വിഷ്വലിൻ്റെ ഇവനോട് ചോദിച്ചു. അതിൽ ഡാനിഷ് എന്തായാലും നിൽക്കുമല്ലോ, അവന് പേടിച്ചിട്ടാണോ എന്തെന്നറിയില്ല. ഓന് ഏകദേശം ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ ഡാനിയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ളത്. ഹൈ സ്റ്റേജിൽ പഠിച്ചപ്പോഴാണ് ആളുകൾ അറിയണത്. അങ്ങനെ വേറൊരാളെ വെച്ചിട്ട് അവർ വിഷ്വൽ ചെയ്തു, അത് റീൽസ് ആക്കിയിട്ട്. നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണ ഗാനങ്ങൾ തയ്യാറാക്കി കൊടുക്കണോണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലക്കാണ് ഇത് പുറത്തിറക്കുന്നത്. അതോടുകൂടി തന്നെ തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ കണ്ടമാനം ആളുകൾ വിളിക്കലും വർക്ക് ഒക്കെ അത്യാവശ്യത്തിന് നല്ല വർക്കുകളൊക്കെ സംഭവിച്ചു. പിന്നെ ഇതിൻ്റെ പിന്നെ പല്ലവി മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ഇതിൻ്റെ അനുപല്ലവി ഉണ്ടോ, ഇതിൻ്റെ ഫുൾ സോങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിരന്തരമായിട്ടുള്ള കോളുകളൊക്കെ. അപ്പോൾ ഓഡിയോ ആയിട്ട് വിട്ടുകൊടുത്തു, റീൽസ് മാത്രമേ ഇത് ചെയ്തുള്ളൂ. അങ്ങനെ ഇത് കൈവിട്ടുപോയി. ഇപ്പോൾ എല്ലാ സ്ഥലത്തും പാർലമെന്റിൽ വരെ എത്തി. കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട്. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ പോസിറ്റീവ് കൂടിയപ്പോൾ നെഗറ്റീവ് പേര് പതുക്കെ പിന്മാറി. അതാണ് സംഭവം ഉണ്ടായത്. ഭയങ്കരമായ നെഗറ്റീവ് കമന്റുകൾ. പിന്നെ എന്നെ നമ്പറായിരുന്നു അതിൽ കൊടുത്തിരുന്നു, എൻ്റെ ഇൻസ്റ്റ പേജിലാണ് പോസ്റ്റ് ചെയ്തത്. അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടാണ്. ഇത് സത്യം പറഞ്ഞാലേ ഇപ്പൊ ശബരിമല വിശ്വാസികൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു ഈ സംഭവങ്ങളൊക്കെ. തെരഞ്ഞെടുപ്പിനെ ഫലം കൂടി തെളിയിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഒരാഴ്ച മുമ്പ് സുബൈർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ട് എൻ്റെ അനുഭവം പറയാം. അതായത് ഒരു അമ്മച്ചി വിളിച്ചിട്ട് എന്നോട് പറയണം, ഇത് ആ മോനെ കൊണ്ട് പാടിപ്പിച്ചത് അയ്യപ്പനാണ്. അത് അങ്ങനെ ഒരുപാട് ഭക്തരായിട്ടുള്ള ആൾക്കാർ, ഈ വിഷയത്തിൽ വിഷമമുള്ള ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട്, ഇപ്പോൾ ഡാനിയോടും സമാനമായിട്ട് പലരും വിളിച്ച് പറയുകയുണ്ടായി. ഇത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവരോട് ചേർന്നൊരു പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളത്
അപ്പം അവരും അത് അയ്യപ്പൻ പാടിച്ച എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ഒരു വലിയ റീച്ചിലേക്ക്. പക്ഷെ ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാട്ട് കേട്ട എൻ്റെ 2ാമത്തെ സ്റ്റേജിൽ ഞാൻ ഡാനിയെ കൊണ്ട് ആ പാട്ട് പാടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ പാട്ട്, അതുകൊണ്ടാണ് സുബൈർക്ക് അതിൻ്റെ വിഷ്വല് ഡാനി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും സുബൈർക്ക് അത് എടുത്ത് ചെയ്യാൻ കാരണം രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ടാണ്, ഇത് കത്തും എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രേക്ഷകർ ഏറ്റെടുത്തത്. ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഈ പാട്ടിന് കഴിഞ്ഞത്. നേതാക്കളൊക്കെ വിളിച്ചു, ഒരുപാട് ആൾക്കാരെ വിളിച്ചു, ഒരുപാട് ആൾക്കാരെ അഭിനന്ദിച്ചു. ഇപ്പൊ നാളെ പിന്നെ സാദിഖ് അലി തങ്ങളും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള ഒരു ആദരവ് ചടങ്ങ് നാളെ രാവിലെ 8 മണിക്ക് പാണക്കാട് വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെ പല രീതിയിലുള്ള രണ്ടുപേരും കൂടി ആ പാട്ടൊന്നും പോറ്റിയേ കേറ്റിയേ സ്വർണം ചങ്ങമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂട്ടിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ലോകം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂട്ടിയേ, ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി, അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. അതെ, സെയിം ട്യൂണാണ് ഇതില്. പിന്നെ ആശാ വർക്കർമാര്, വയനാട് ദുരന്തം, ടി പി കൊല അടക്കമുള്ള ഒരുപാട് സമകാലിക വിഷയങ്ങൾ ഈ വരിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. അതിന്റെ 2ാം ഭാഗം ഉണ്ട്, തോന വഴുകാതെ പുറത്തിറങ്ങും, അത് റെഡിയാണ്. എന്റെ വാസു ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് എഴുതുന്ന ഒരു കത്താണ്. ഒരു കത്തുപാട്ടായിട്ട് GP കുഞ്ഞബ്ദുള്ള എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അനീഫാനായിട്ടും ചർച്ച ചെയ്തിട്ട് അതുമാതിരി തന്നെ ഡാനിഷ് റെഡിയാണ്. ഡാനിഷ് ഒക്കെ ചേർന്നിട്ട് ഒരു സാധനം പ്രതീക്ഷിക്കാം. മലബാറിൽ ഏറ്റവും ഫേമസാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്യൂൺ, എത്രയും ബഹുമാനപ്പെട്ട ആ ഒരു ട്യൂണിലാണ് വരാൻ പോണത്. അതാണ് മുഖ്യമന്ത്രിക്കുള്ള ഒരു കത്താണ്. അപ്പൊ ഈ പരാജയവും ഇപ്പോഴത്തെ സംഭവങ്ങളും ഇതിലേക്ക് നയിച്ച, ഈ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഒക്കെ GP വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ വിവരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും സജീവമായതുകൊണ്ടായിരിക്കും ഈ പാട്ട് ഇത്രയും അധികം ആൾക്കാരിലെത്തിയത് അല്ലേ? അതെ. എന്താ പറയാ, ഇത് എൻ്റെ പേജിൽ മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ BJPയുടെ പേജുകളൊക്കെ മില്യൺ കണക്കിന് ആൾക്കാർ ഇത് കണ്ടു എന്നുള്ളതാണ്. അതെ, ഇത് ശരിക്കും UDFന്റെ പാട്ടായി ഇറങ്ങിയ സംഗതി BJPക്കാർ വരെ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നുള്ള ഒരു സംഗതി വാസ്തവമാണ് എൻ്റെ സത്യം. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ UDFന്റെ പ്രവർത്തകരായതുകൊണ്ട് വലിയ സന്തോഷമാണ്. ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമെന്നൊക്കെ പറഞ്ഞ വലിയ പ്രവർത്തകരെ സംബന്ധിച്ചത് വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ആയുധമായിട്ട് ഇവരുടെ ഗാനം മാറി. അതാണെങ്കിൽ UDFനെ സംബന്ധിച്ച് ആ വലിയ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതിന്റെ സന്തോഷം കൂടിയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഇതിന് തുടർച്ച കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവരിൽ നിന്ന് ഇനിയും ഒട്ടേറെ UDFന് അനുകൂലമായിട്ടുള്ള അത്ഭുത ഗാനങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. അഖിലോട് പറഞ്ഞൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ചില്ലറ തരംഗമല്ല ഈ ഗാനം സൃഷ്ടിച്ചത്. സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിൽ UDFനെ സഹായിക്കുകയും ചെയ്ത ഒരു ഗാനമാണ്. വിശ്വാസികളുടെ മനസ്സിലേക്ക് അത്ര ആഴത്തിൽ ഈ ഗാനത്തിൻ്റെ വരികൾ കടന്നു ചെല്ലുകയും ചെയ്തു. നമുക്കിനി പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. അവിടെ കോൺഗ്രസിൽ അച്ചടക്ക നടപടി ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചവരെയൊക്കെ പുറത്താക്കി. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അംഗം ഖാജ ഹുസൈൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദാം ഹുസൈൻ, വണ്ടാഴി പഞ്ചായത്ത് മുൻ അംഗം ഷാനവാസ് സുലൈമാൻ എന്നിവരെയാണ് പുറത്താക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദാം ഹുസൈനെ പാർട്ടി പുറത്താക്കുന്നത് ഇത് 2ാം തവണയാണ്. പാലക്കാട് നഗരസഭയിൽ സദാം ഹുസൈൻ്റെ വ്യാപാര സംഘടനയുടെ പേരിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരായ പ്രോസിക്യൂഷൻ അപ്പീൽ നടപടിക്ക് തുടക്കം. 8ാം പ്രതി ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകുക. അപ്പീൽ സാധ്യത റിപ്പോർട്ട് ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ നമുക്കറിയാം രാഹുൽ ഈശ്വർ ജയിലിലായിരുന്നു. ഇന്നലെയാണ് രാഹുൽ പുറത്തിറങ്ങിയത് 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി KPSC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരാണ്. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന്
വിധി പറയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിലെ ഒന്നാം പ്രതിയായ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രജിത പുളിക്കൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാഹുൽ ഈശ്വറിന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. IFFK സ്ക്രീനിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരെ രഹസ്യമൊഴി നൽകി അതിജീവിത. IFFKയിലെ ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തകയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയത്. കേസിൽ കന്റോൺമെന്റ് പോലീസ് വൈകാതെ തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. IFFK സ്ക്രീനിങ്ങിനിടെ സംവിധായകനും ജൂറി അംഗവുമായ PT കുഞ്ഞു മുഹമ്മദ് മോശമായി പെരുമാറിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ മാസം അവസാനമാണ് IFFK ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം കഴിഞ്ഞ 8-ാം തീയതിയാണ് കന്റോൺമെന്റ് പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ചലച്ചിത്ര പ്രവർത്തക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയത്. പരാതിക്ക് നിയമസാധുത കൈവന്ന പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. IFFK സ്ക്രീനിംഗ് നടക്കുന്നതിനിടെ തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് സംവിധായകൻ കുഞ്ഞു മുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് അതിജീവിതയുടെ പരാതി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മസാല ബോണ്ടിനെതിരെ കിഫ്ബി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. നോട്ടീസിലെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്നാണ് EDയുടെ റിപ്പോർട്ട്. എന്നാൽ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാനാണ് പണം ചെലവഴിച്ചതെന്നാണ് കിഫ്ബിയുടെ നിലപാട്. ഇന്ന് പാർലമെന്റിൽ സുപ്രധാനമായ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമുക്കറിയാം UPA സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ വളരെ നിർണായകമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. അതായത് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കുക, അത് പണിയെടുത്തിട്ട് പണം എത്തിക്കുക എന്ന വിഭാവനം ചെയ്ത് UPA സർക്കാർ നടത്തിയ പദ്ധതിയാണ്. രണ്ടാം UPA സർക്കാരിനെ അധികാരത്തിലൊക്കെ എത്തിക്കാൻ വലിയ പ്രയോജനം ചെയ്ത ഒരു പദ്ധതി കൂടിയാണ്. ഈ പദ്ധതിയുടെ പേര് മാറ്റാൻ ഒരുങ്ങുന്നു കേന്ദ്ര സർക്കാർ എന്നാണ്. ഇത് പൂർണ്ണമായും പൊളിച്ചെഴുതുകയാണ്. VBG റാംജി ബിൽ എന്നാണ് പുതിയ ബില്ലിൻ്റെ പേര് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോക്സഭയുടെ അജണ്ടയിൽ ഈ ബില്ല് ഇന്ന് വരുന്നുണ്ട്. നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷം. പുതിയ വ്യവസ്ഥ പ്രകാരം 40% വിഹിതം സംസ്ഥാനങ്ങളുടെ ബാധ്യതയാകും. രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, വളരെ ഫലപ്രദമായി നടന്നു വന്നിരുന്ന ഒരു പദ്ധതി, അത് പലപ്പോഴും കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്ന പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. അതിൽ എന്തൊക്കെ പൊളിച്ചെഴുത്തുകളാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? അതെ രഞ്ജിത്ത്, കാരണം 2004 അധികാരത്തിൽ വന്ന ഒന്നാം UPA സർക്കാരാണ് തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. 2005 ഇത് നിയമമാകുന്നത്. പിന്നീട് 2009 രണ്ടാം UPA സർക്കാർ വന്നു. അന്നാണ് രാഷ്ട്രപിതാവിൻ്റെ പേര് കൂടി ആ നിയമത്തിന് നൽകുന്നത്. അങ്ങനെയാണ് മഹാത്മാഗാന്ധി രാഷ്ട്രീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് നിയമത്തിന് അല്ലെങ്കിൽ ആ പദ്ധതിക്ക് വരുന്നത്. പക്ഷേ 20 വർഷമായിരിക്കുന്നു ഇപ്പോൾ ആ നിയമം കൊണ്ടുവന്നിട്ട്. 20ാം വർഷത്തിൽ അതിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ എന്ന് തന്നെ പറയാം. അതിൻ്റെ പേര് മാറുന്നു, മഹാത്മാഗാന്ധി എന്ന പേര് നീക്കം ചെയ്യുന്നു. അത് വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഇതിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് പേര് മാറ്റുന്നു എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രൈനും സമാനമായ ചോദ്യം ഉന്നയിച്ചു. രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന നടപടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. മാത്രവുമല്ല, രാഷ്ട്രപിതാവിൻ്റെ ഘാതകരെ ആദരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഇതല്ലാതെ കൂടുതൽ പ്രതീക്ഷിച്ചു എന്ന വിമർശനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. CPM ജനറൽ സെക്രട്ടറി MA ബേബി കടുത്ത വിമർശനം ഉന്നയിച്ചു. ഏതായാലും ഇന്ന് ലോക്സഭയുടെ അജണ്ടയിൽ ഈ ബില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയും ഉൾപ്പെടുത്തിയിരുന്നു. ഇന്നലെ പക്ഷേ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യം, ഇത് ഗ്രാമീണ മേഖലയിലെ വരുമാനമുണ്ടാക്കിയിട്ടുണ്ട്, ഗ്രാമീണ ജീവിതങ്ങൾക്ക് നിലവാരമുയർത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ സമ്മതിച്ചു. പക്ഷേ ആ ബില്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കേവലം പേര് മാറ്റുന്നതിന് മാത്രമല്ല പ്രതിപക്ഷം എതിർക്കുന്നത്, മറിച്ച് അപ്പാടെ പൊളിച്ചെഴുതുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ഉണ്ടായിരുന്ന ബില്ലിനെ അപ്പാടെ പൊളിച്ചെഴുതുന്നതാണ്
പുതിയ ബില്ല്. അതിനെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. കാരണം നേരത്തെ കേന്ദ്ര വിഹിതം ഏതാണ്ട് 90% കേന്ദ്ര വിഹിതമായിരുന്നു, സംസ്ഥാനങ്ങൾ 10% വഹിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ പൂർണ്ണമായി മാറ്റം വരികയാണ്. അതായത് ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ വിഹിതം 60:40 എന്ന നിലയിൽ വഹിക്കണം. പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ 40% വിഹിതം വഹിക്കണം. അത് തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അധിക ബാധ്യതയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ ഇളവുള്ളത് ജമ്മു കശ്മീരിനും ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും ഒപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും മാത്രമാണുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും 40% വിഹിതം വഹിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ നിലവിലുള്ള തൊഴിലിൻ്റെ സ്വഭാവത്തിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. പ്രത്യേകിച്ച് ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ വികസനം, കാലാവസ്ഥ തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകണം എന്നാണ് ഇന്നലെ ഗ്രാമവികസന മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിലവിൽ 100 ദിവസമാണ് തൊഴിൽ എങ്കിൽ അതിൽ മാറ്റം വരുന്നു. പകരം 101 ദിവസത്തിൽ തൊഴിലുണ്ടാകും എന്നാണ് ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത്. നിലവിൽ ഗ്രാമസഭകൾ വഴിയാണ് തൊഴിൽ വിഭാവനം ചെയ്തിരുന്നെങ്കിൽ അതിൽ പൂർണ്ണമായി മാറ്റം വരികയാണ്. അങ്ങനെ ആയിരിക്കില്ല ഇനി എന്നുകൂടി പറയുന്നു. കൂടാതെ ദിവസക്കൂലി ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തു തീർക്കണം, പരമാവധി 2 ആഴ്ച വരെ തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ തന്നെ ബില്ലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ മാറ്റം ആണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വികസിത ഭാരത് 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക, അതിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായാണ് ഈ പൊളിച്ചെഴുത്ത് എന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം അതേതായാലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നേതായാലും പാർലമെന്റിൽ വിപ്പ് നൽകിയിട്ടുണ്ട്. BJP എല്ലാ അംഗങ്ങളും ഹാജരാകണം, ലോക്സഭയിൽ ഹാജരാകണം നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പ്രത്യേകിച്ച് ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ SIR അടക്കമുള്ള വിഷയങ്ങളാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായും തൊഴിലുറപ്പ് പദ്ധതിയുടെ പൊളിച്ചെഴുത്ത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് NDAക്ക്, സംശയമില്ല. കേവലം എതിർപ്പുകൾ ഉയർത്താമെന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്കൊന്നും പ്രതിപക്ഷത്തിന് കടക്കാൻ സാധിക്കില്ലല്ലോ. പേര് മാറ്റുന്നു, സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നു, അത് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്ന നിലയിൽ തന്നെ ബില്ലായി അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് രഞ്ജിത്ത് പാസ്സാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭൂരിപക്ഷം 2 സഭകളിലും സർക്കാരിനുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ പൊടുന്നനെയുള്ളൊരു നീക്കം അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ പറയാം. ഇന്നലെയാണ് ഇതിൻ്റെ അജണ്ടയിൽ വന്നത്. പക്ഷേ ഇന്നലെ ഏതായാലും ബില്ല് അവതരണം ഉണ്ടായില്ല. ഇന്ന് വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അംഗങ്ങൾക്കൊക്കെ തന്നെ വിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇന്ന് അത്തരമൊരു നീക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ ബില്ല് കൊണ്ടുവരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഗ്രാമവികസന മന്ത്രിയുടെ ഭാഗത്തൊക്കെ തന്നെ വിശദീകരണം വന്നത്. പക്ഷേ UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ബില്ലിനെ അവർ തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അത് ജീവിത നിലവാരം ഉയർത്തി, ഗ്രാമീണ മേഖലയിൽ വരുമാനം വർദ്ധിപ്പിച്ചു ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നലെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയല്ല, കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഈ ബില്ലിനെ എന്ന വാദം സർക്കാർ നിരത്തുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം അത് അംഗീകരിക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ പാർലമെന്റ് പുറത്ത് ഇന്ന് 10:00 പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. സഭാ നടപടികൾ ആരംഭിച്ചാൽ ലോക്സഭയും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ്, തടസ്സപ്പെടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇതിൽ വലിയ പൊളിച്ചെഴുത്ത് വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. പേരുമാറ്റും, ഒപ്പം സംസ്ഥാനങ്ങളുടെ വിഹിതം 40% നേരത്തെ 10 ആയിരുന്നു, അത് 40% വർദ്ധിപ്പിക്കുകയും ചെയ്യും. സുപ്രധാനമായ ബില്ലാണ് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത്. നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ വിപ്പ് നൽകി MP-മാർ ഹാജരാകണമെന്നുള്ള കൃത്യമായ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് ഭരണപക്ഷം എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു വാർത്തയിലേക്ക്, യുവതിയുടെ മുഖത്ത് നിന്ന് ഹിജാബ് വലിച്ചു നീക്കിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും വിവാദത്തിൽ. ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ നടപടി. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാം. ആയുഷ് ഡോക്ടർമാരുടെ നിയമന ഉത്തരവ് കൈമാറുന്നതിനിടയിലാണ് ഈ ഒരു പ്രവൃത്തി നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. माननीय मुख्यमंत्री जी अपने हाथों से नियुक्ति पत्र देके सौम्या कुमारी രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രി പെരുമാറുന്നത്. നിതീഷിന്റെ ഇത്തരം പ്രവർത്തികൾ ആദ്യമല്ല. എന്താണ് അവിടെ സംഭവിച്ചത്? അത് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. നിതീഷ് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. പ്രതിപക്ഷം തന്നെ അത് ആയുധമാക്കിയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം
പൊതുവേദികളിൽ അദ്ദേഹത്തിന് ഇടപെടുന്ന രീതിയൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് എന്നൊക്കെ അന്ന് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ മുൻനിർത്തി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അദ്ദേഹം പൊതുയോഗങ്ങളിലൊക്കെ തന്നെ സജീവമായിരുന്നു. സഖ്യം അധികാരത്തിൽ വന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി. ഇപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹം ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ചടങ്ങ്. ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതായിരുന്നു പരിപാടി. ഏതാണ്ട് 1000-ഓളം ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായി സർട്ടിഫിക്കറ്റുകൾ നിയമന ഉത്തരവ് നൽകുകയായിരുന്നു നിതീഷ് കുമാർ. അങ്ങനെയാണ് ഈ ഡോക്ടറുടെ ഊഴം എത്തിയത്. ഡോക്ടർ നിയമന ഉത്തരവ് കൈപ്പറ്റാനേ അവിടേക്ക് എത്തി. അതിനിടയിലാണ് നിതീഷ് കുമാർ ഹിജാബ് വലിച്ചൂരുന്ന നടപടി ഉണ്ടാകുന്നത്. തൊട്ട് പിന്നിലുള്ളത് സാമ്രാജ് ചൗധരിയാണ്, ഉപമുഖ്യമന്ത്രി. അദ്ദേഹം നിതീഷ് കുമാർ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ഇത് പ്രതിപക്ഷം വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെ മാനസിക ആരോഗ്യനിലയിൽ കാര്യമായ തകരാറുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ RJD ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും സംഘപരിവാറുകാരനായി മാറിയിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ RJD വിമർശിക്കുകയാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് ഇപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ നിതീഷ് കുമാറിനുണ്ട്, NDAയുടെ ഭാഗമാണെങ്കിൽ പോലും. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അത്തരമൊരു വിമർശനം കൂടി ഇപ്പോൾ RJD നടത്തിയിരിക്കുന്നത്. എന്നാൽ RJD മാത്രമല്ല, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള മറ്റു പാർട്ടികളൊക്കെ തന്നെ നിതീഷ് നടപടിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിതീഷ് രാജിവെക്കണം എന്നൊരാവശ്യം കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ശിവസേന അടക്കമുള്ള പാർട്ടികളും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അതിക്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഏത് വസ്ത്രം ധരിക്കണമെന്നത് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള നിതീഷ് കുമാർ ചെയ്തൊരു അതിക്രമമാണെന്ന പ്രതികരണം ശിവസേന അടക്കമുള്ള പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ വിശദീകരണമൊന്നും തന്നെ വന്നിട്ടില്ല. സ്വാഭാവികമായും വിവാദമായ സാഹചര്യത്തിൽ എന്തായിരിക്കും നിതീഷ് കുമാർ പറയുക എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. VR രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റ് ഒരുപാട് വാർത്തകളിലേക്ക് കൂടി പ്രേക്ഷകർക്ക് ഒപ്പം പോകണം. അതിനു മുൻപ് ഇടവേള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ സന്ദർശനം തുടരുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ എന്ന് ജോർദാൻ രാജാവ് അറിയിച്ചിരിക്കുന്നു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുമായി ധാരണയിലെത്തിയത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗിക്കാവുന്ന ഊർജം, കൃഷി, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കരാറിൽ ഇന്ത്യയും ജോർദാനും തമ്മിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. KP അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അഭിലാഷ്, ജോർദാനുമായുള്ള സൗഹൃദം പതിറ്റാണ്ടുകളായി ഇന്ത്യ പുലർത്തുന്ന ഒന്നാണ്. ഇപ്പോൾ അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ പ്രഖ്യാപിതമായ പല ലക്ഷ്യങ്ങളുമുണ്ട്. നമുക്ക് ഒരുപാട് പ്രയോജനപ്രദമായ പല കരാറുകളുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 4 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം പ്രധാനമന്ത്രിയുടേത് തുടരുകയാണ്. ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാനിൽ എത്തിയത്. ജോർദാനിൽ പ്രധാനമന്ത്രിക്ക് പ്രൗഢോജ്വലമായ സ്വീകരണം ആണ് ലഭിച്ചത്. അദ്ദേഹം തലസ്ഥാനമായ അമാനിൽ ആയിരുന്നു എത്തിയത്. ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ ആണ് വിമാനത്താവളത്തിൽ നേരിട്ട് എത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പിന്നീട് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഒപ്പം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വ്യവസായി, വ്യാപാരി സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു. ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള സഹകരണ ബന്ധത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാനിലേക്ക് എത്തിയത്. ഈ ജോർദാൻ സന്ദർശനത്തിലാണ് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് പൂർണ്ണമായ പിന്തുണ ജോർദാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ആ ഭീകരവിരുദ്ധ നിലപാടുകളിൽ ജോർദാൻ്റെ സംഭാവനയും ഇന്ത്യക്ക് ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള പിന്തുണയെയും പ്രധാനമന്ത്രി സ്മരിക്കുകയും ചെയ്തു. ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജോർദാൻ്റെ ഇടപെടലുകളെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഒപ്പം രാജാവിനോട് ഇന്ത്യയിലേക്ക് എത്തണമെന്ന് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും 5 കരാറുകളിൽ ആണ് ഇന്ത്യയും ജോർദാനും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ളത്. അത് പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ്. ഊർജ്ജ മേഖലയിലെ സാങ്കേതിക കൈമാറ്റങ്ങൾക്കുള്ള കരാറുകളും ഇതിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ജലവിഭവവുമായി ബന്ധപ്പെട്ട കരാറാണ്. ജലവിഭവ ശേഷിയും അതോടൊപ്പം തന്നെ ജലവിഭവ വികസനവും സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു. മറ്റൊന്ന് എല്ലോറ പെട്രോ നഗര വികസനവുമായി ബന്ധപ്പെട്ട കരാർ ആണ്. 2 നഗര കേന്ദ്രീകൃതമാകുന്ന
കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. 2025-29 വർഷങ്ങളിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ കൈമാറ്റം ഇന്ത്യ അതോടൊപ്പം തന്നെ ജോർദാൻ കൾച്ചറൽ കൈമാറ്റം സംബന്ധിച്ച കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഡിജിറ്റൽ മേഖലയിൽ ജോർദാനും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ തന്നെ ജോർദാൻ്റെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനവും ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPIയും തമ്മിൽ സാങ്കേതിക സംവിധാനങ്ങളിൽ കൈമാറ്റം ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയാണ് ലോകത്ത് തന്നെ ജോർദാനുമായി ഏറ്റവും മികച്ച സഹകരണം നടത്തുന്ന മൂന്നാമത്തെ രാജ്യം. നിലവിൽ $2.8 ബില്യൺ ആണ് ഇന്ത്യയുമായുള്ള സഹകരണം. അത് $5 ബില്യൺ ഉയർത്താനാണ് ഇപ്പോഴത്തെ ധാരണ. ഇതിൽ രഞ്ജിത്ത് ഈ ജോർദാന് പുറമെ 2 രാജ്യങ്ങളിൽ കൂടി ഇന്ത്യ സന്ദർശനം നടത്തുന്നുണ്ട്. ഒന്ന് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യ, അതോടൊപ്പം തന്നെ ഒമാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആണ് സന്ദർശനം നടത്തുക. എത്യോപ്യയിലെ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ്. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായിട്ടാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഒപ്പം ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള 2ാമത്തെ സന്ദർശനമാണ് ഒമാനിൽ നടത്തുന്നത്. ഒമാനുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച. ഒപ്പം 2023 ഒമാൻ സുൽത്താൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യ മാറുന്ന ലോകക്രമത്തിൽ കൂടുതൽ രാജ്യങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ അമേരിക്കയടക്കം ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക തീരുവയുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ ഇത്തരം രാജ്യങ്ങളുമായി കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവിടെ കൂടുതൽ വിപണികൾ കണ്ടെത്തുക എന്നതുകൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കി അമേരിക്കൻ പ്രതിനിധികളും യൂറോപ്യൻ നേതാക്കളും. സെലൻസ്കി വീണ്ടും യൂറോപ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി. യുദ്ധം അവസാനിപ്പിച്ചാൽ യുക്രൈന് സംരക്ഷണം നൽകുമെന്ന് US ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരിയാണ്. അജയ്, കുറേ നാളുകളായുള്ള ശ്രമമാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത്. പലവിധ കാരണങ്ങളാൽ അത് ശ്രമം ഫലിക്കാത്ത പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഫോർമുലകൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ യുക്രൈൻ്റെ ഈ വിഷയത്തിലെ നിലപാട്? നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും യുക്രൈൻ തള്ളിക്കളഞ്ഞിരുന്നുവല്ലോ. രഞ്ജിത്ത്, ഇപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയാണ് ബെർലിനിൽ വെച്ച് വളരെ നിർണായകമായിട്ടുള്ള ചില ചർച്ചകൾ യുക്രൈനും അതുപോലെ തന്നെ US പ്രതിനിധികളുമായിട്ട് നടന്നത്. US-ന്റെ വിദേശ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനായിട്ടുള്ള ഈ ജാരഡ് കുഷ്ണർ, ഇവർ രണ്ടുപേരുമായിരുന്നു പ്രധാനമായിട്ടും US-ന്റെ തലത്തിൽ നിന്നുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത്. അതുപോലെ തന്നെ നാറ്റോയുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പ് മിലിറ്ററി ജനറലും അതുപോലെ തന്നെ US-ന്റെ എയർഫോഴ്സ് ജനറലും ഈ ചർച്ചയിലുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുകയാണെങ്കിൽ യുക്രൈന് US പ്രത്യേക സംരക്ഷണം നൽകും എന്നുള്ള ഒരു കാര്യമാണ്. US ഇത് സംബന്ധിച്ച ഒരു ഉറപ്പും യുക്രൈന് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്നലെ ബെർലിനിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഈ US പ്രതിനിധികൾക്ക് പുറമെ മറ്റ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ വഴി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ അത്താഴ വിരുന്നിൻ്റെ സമയത്ത് പങ്കെടുത്തിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. US-ന്റെ പ്രധാനപ്പെട്ട ഉറപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യുക്രൈൻ പൂർണ്ണമായിട്ടും ഈ നാറ്റോ അംഗത്വം വേണം എന്നുള്ള ആവശ്യം ഉപേക്ഷിക്കണം. അത് ഏറെക്കുറെ യുക്രൈൻ ഉപേക്ഷിച്ച മട്ടാണ്. നേരത്തെ തന്നെ ഇപ്പോൾ സെലൻസ്കി ഉൾപ്പെടെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ നാറ്റോ അംഗത്വം വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് യുക്രൈൻ ഇപ്പോൾ ഏറെക്കുറെ എത്തിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ നാറ്റോ അംഗത്വത്തിന് പകരമുള്ള ഒരു സംരക്ഷണം അതാണ് US വാഗ്ദാനം ചെയ്യുന്നത്. അതായത് നാറ്റോയുടെ ക്ലോസ് 5 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാറ്റോയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങൾ ആ ആക്രമണത്തെ ചെറുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ യുക്രൈന് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ US അവരെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് US നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ യുക്രൈൻ സേനയെ ശക്തമാക്കാനുള്ള ഒരു നടപടിയും ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ ലെഡായിട്ടുള്ള ഒരു മൾട്ടി നാഷണൽ ഫോഴ്സ് അത് യുക്രൈനുള്ളിൽ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഉറപ്പും US നൽകിയിട്ടുണ്ട്.
പറയുന്നുണ്ട്. എന്നാൽ ഈ അഭിപ്രായ ഭിന്നതകൾ ഇതിനിടയിൽ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ യുക്രൈൻ ഇപ്പോഴും അവരുടെ നിർണായകമായിട്ടുള്ള ഡോൺബാസ് മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ആ മേഖല പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം റഷ്യയെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് യുക്രൈൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, തുടരുക. മറ്റൊരു വാർത്ത, മെസ്സി ഇന്ന് റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിക്കും. ഇന്നലെ ഡൽഹി സന്ദർശനം പൂർത്തിയാക്കിയ മെസ്സി ജാംനഗറിലെത്തിയിരുന്നു. അനന്ത് അംബാനിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം വൻതാരയിലെത്തുന്നത്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, വൻതാര എന്നത് ലോകമെമ്പാടും കേൾവി കേട്ട ഒരു സംരക്ഷണ കേന്ദ്രമാണ്, വന്യമൃഗങ്ങളുടെ അടക്കം. ഇപ്പോൾ അവിടേക്ക് മെസ്സി എത്തുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അവിടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായിട്ടുള്ള ജൂനിയർ ഡൊണാൾഡ് ട്രംപും അദ്ദേഹം ഈ വൻതാരയിലെത്തിയിരുന്നു. വൻതാരയിലെത്തിയ ശേഷം ഇപ്പോൾ ജൂനിയർ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു അത്. വളരെ ഇപ്പോൾ ലോകത്ത് താൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പലതരം മൃഗങ്ങളെയും അതുപോലെ തന്നെ അവയുടെ സംരക്ഷണം, അതിൻ്റെ ജീവിത രീതികൾ, ഇതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ജൂനിയർ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം ഈ വൻതാര സന്ദർശനത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഇപ്പോൾ അതുപോലെ തന്നെ പല പ്രമുഖരും വൻതാരയിലേക്ക് എത്തിയിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിൻ്റെ ആദ്യ തുടക്ക സമയത്ത് തന്നെ ഇവിടെ എത്തി സന്ദർശനം നടത്തുകയും അതിൻ്റെ ചിത്രങ്ങളും പിന്നെ ദൃശ്യങ്ങളും ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മെസ്സിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസം ഈ കൊൽക്കത്തയിൽ നടന്ന ചില പ്രശ്നങ്ങൾ കാരണം ഒരു മോശം അനുഭവം ഉണ്ടായി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റ് വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ഇപ്പോൾ ഹൈദരാബാദിലാണെങ്കിലും അതുപോലെ തന്നെ ഡൽഹിയിൽ, മുംബൈയിൽ എല്ലായിടത്തും അദ്ദേഹത്തിന് ലഭിച്ചത് വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു മികച്ച വരവേൽപ്പ് അദ്ദേഹത്തിന് ഡൽഹിയിൽ ലഭിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മെസ്സിയുടെ ഇന്നലത്തെ ഡൽഹിയിലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗോട്ട് ഇന്ത്യ ടൂർ 2025 ഔദ്യോഗികമായി തന്നെ അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം അനന്ത് അംബാനിയുടെ ഒരു പേഴ്സണലായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം നിലവിൽ വൻതാര സന്ദർശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹവും സഹ താരങ്ങളും നിലവിൽ ജാംനഗറിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ജാംനഗറിൽ അദ്ദേഹം ഫ്ലൈറ്റ് ഇറങ്ങിയത്. ഇന്നലെ രാത്രി ഈ വൻതാരയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ വൻതാര അദ്ദേഹം സന്ദർശിക്കും എന്നാണ് നിലവിൽ. അജയ് സുധാബിച്ചു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന IPL മിനി താരലേലം ഇന്നാണ്. 10 ടീമുകളായി 77 സ്ഥാനങ്ങളിലേക്കാണ് വിവിധ ടീമുകൾ ആളുകളെ എടുക്കുന്നത്. 350 താരങ്ങൾ അന്തിമ ലേല പട്ടികയിലുണ്ട്. 11 മലയാളികളും ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികളും പ്രതീക്ഷയിലാണ്. ആവേശമൊട്ടും കുറയാത്ത ഒരു ലേലം തന്നെയാണ് ഇന്ന് നടക്കുക. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് തുടരുന്നു. രാവിലെ 7 മണി വരെ 28,960 പേർ ഇന്ന് ദർശനം നടത്തി എന്നാണ് കണക്ക്. ഓരോ മണിക്കൂറിലും 4000-ലധികം പേർ മല ചവിട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയ ഭക്തരുടെ എണ്ണവും കൂടി. 4.5 ലക്ഷം ആളുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് ഒന്ന് പോകണം. പള്ളിപ്പുറം സ്വദേശി അരുൺ അജീഷ്മ ദമ്പതികളുടെ വിവാഹ വാർഷിക ആഘോഷമാണ് ഇന്ന്. ഞങ്ങളുടെ ന്യൂസ് 18-ലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് അരുൺ പള്ളിപ്പുറം എന്നറിയപ്പെടുന്ന അരുൺ. പ്രിയപ്പെട്ടവരായ 2 പേർക്കും എല്ലാ ആശംസകളും അറിയിക്കും. രാവിലെ പൂർത്തിയാകാനുള്ള സമയമായി. ഇനി പോലീസ് പെട്രോൾ പ്രേക്ഷകർക്ക് കാണാം. പോലീസ് പെട്രോളിലേക്ക്.